ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ, കേഴുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയേഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ രൂപങ്ങൾ ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൻ്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപങ്ങൾ ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമെന്ന് അരുളി ചെയ്ത മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ രൂപങ്ങൾ ഞങ്ങൾക്ക് പ്രേരണയരുളട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യമുണ്ടാകട്ടെ. ഈ രൂപങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്നവരുടെ യാചനകൾ സ്വീകരിച്ച് അവരെ അങ്ങ് അനുഗ്രഹിക്കുകയും നന്മയെ നിലനിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. എന്നുള്ളിൽ നിരന്തരം വസിക്കും രൂപം ഞാൻ ദർശിപ്പാൻ വിശ്വാസത്തിൽ വെളിച്ചം തരേണമേ. എൻ സഹോദരങ്ങളിൽ ക്ലേശിതർ പീഡിതരിൽ നിൻമുഖം ദർശിക്കുവാൻ വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. ദുഃഖത്തിൽ സന്തോഷത്തിൽ വീഴ്ചയിൽ വിജയത്തിൽ യോഗത്തിൽ നിന്നെ കാണാൻ വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പരദീസാവിന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ.
ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചവിരിച്ച പുൽത്തകിടികളിൽ അവിടുന്ന് എന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാനൊട്ടും ഭയപ്പെടുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭവനത്തെയും അങ്ങയുടെ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നാമേച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും നല്ല ചെയ്ത മിശിഹായി അങ്ങേ വചനം ശ്രവിക്കുവാനും അങ്ങേ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോർ ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. അങ്ങയുടെ വചനത്താൽ സർവ്വതും സൃഷ്ടിക്കുകയും വചനം തന്നെയായി അങ്ങയുടെ പ്രിയപുത്രനെ രക്ഷകനായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനങ്ങളടങ്ങിയ വിശുദ്ധ ഗ്രന്ഥം ഇവിടെ പ്രതിഷ്ഠിക്കുന്ന ഞങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. തിരുവചനം അനുദിനം വായിച്ചു പഠിക്കുവാനും അങ്ങേ കൂടുതൽ അടുത്തറിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങയുടെ വചനത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൽ അങ്ങയുടെ തിരുവചനത്തിന് സജീവ സാക്ഷികളായി ജീവിച്ച് അവസാനം അങ്ങേ നേരിൽ ദർശിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എൻ്റെ സഹോദരനെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവേൻ, ഈ മാസം 10 ദിവസം ഓരോ കുടുംബത്തിനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കുവാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടളകളിലും മേൽപ്പടിയിലും പുരട്ടണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതന്മാരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവർമാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടപ്പാക്കും. ഞാനാണ് കർത്താവ്. കട്ടളിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ സംഭരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ,
കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവേ ശോംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാൻ ഇരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ശാന്ത ഗംഭീരമായ സന്ധ്യയിൽ ഇരുവിൻ്റെയും സിഫിയുടെയും ശരിയാൻ തോന്നുന്നു ഇവിടെ മാതാപിതാക്കളുടെയും അതുപോലെ കുഞ്ഞുമക്കളുടെയും ഒക്കെ ആഗ്രഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായി മനോഹരമായ ഒരു ഭവനം പണി പൂർത്തീകരിച്ച് ഇന്ന് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളാണല്ലോ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. പാർപ്പിടം ലഭിക്കുന്നതോടുകൂടി അവനൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സുരക്ഷിത ബോധം ഉണ്ടാകുന്നു. താനെ സുരക്ഷിതമാണ്, ദൈവകരങ്ങൾ സുരക്ഷിതമാണെന്നുള്ള ചിന്ത കൂടി ഒരു ഭവനം ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്നു. ഈ വീട് കയറുമ്പോൾ തന്നെ ഒരു ആംബിയൻസ് ഉണ്ട്. ഇവിടെ നല്ല പോസിറ്റീവ് എനർജി ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രാർത്ഥനയോടെ മാത്രമല്ല, നല്ല ആൾക്കാർ ഇവിടെയുണ്ട്. പ്രധാന വികാരിച്ചിന് പിന്നെ എല്ലാവരും ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു സ്പിരിച്വൽ ആംബിയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അതെന്ന് നിലനിൽക്കട്ടെ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ബൈബിളിൽ ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, ഈശോ ഒരു സക്കേവൂസ് ഭവനത്തിൽ പ്രവേശിക്കുന്നു. സത്യത്തിൽ പഴയ നിയമം മുഴുവൻ കുടുംബചരിത്രമാണ്, കുടുംബങ്ങളുടെ ചരിത്രമാണ് പഴയ നിയമം. പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ ഈശോ എപ്പോഴും ഭവനങ്ങളെ കാണുന്നത്. പള്ളിയിൽ പോകുന്നതിനേക്കാളും കൂടുതൽ ഭവനം ഈശോ എപ്പോഴും കാണുന്നത് വീടുകളിൽ. എത്രയോ വീടുകൾ ഈശോ വീടുകളിൽ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ പ്രാധാന്യമാണ്, ഭവനത്തിൻ്റെ പ്രാധാന്യമാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്. സമൂഹത്തിൻ്റേതായാലും സഭയുടേതായാലും രാഷ്ട്രത്തിൻ്റെ ആയാലും അടിസ്ഥാന കുടുംബമാണ്. കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും, അത് വലിയ കുടുംബം, ചെറിയ കുടുംബമല്ല, അണുകുടുംബമല്ല, വലിയ കുടുംബത്തിനുള്ള സന്തോഷവും ഒക്കെയാണ് നമ്മളിതിലൂടെ പ്രകടമാക്കുന്നത്. അതുകൊണ്ട് കുടുംബം എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു നല്ല വീടുണ്ടാക്കുവാനായിട്ട് സെബിയും അതുപോലെ ഇനുമൊക്കെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, നന്നായിട്ട് നടന്നു. കോൺട്രാക്ടർ ഞാൻ അറിയുന്നതാണ്, പേരുകാരനാണ്, അവനും അറിയാം, നന്നായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ ഇടക്കോലിൽ മാതാവിൻ്റെ അമ്മയും അവിടെയുണ്ട്. അവർക്ക് തോന്നിപ്പോരാ, എസ്തപ്പാനസോടെ കൂടി വേണമെന്ന് അവർ മനസ്സ് കണ്ടുകൊണ്ടായിരിക്കാം ഇവിടെ കൊണ്ട് ഉഴുവൂരടുത്തെത്തി ഒരു വീട് വെച്ചത്. ഏതായാലും സകല ആദ്യത്തെ രക്തസാക്ഷിയാണല്ലോ. അപ്പോൾ സകല വിശുദ്ധരുടെയും അതുപോലെ തന്നെ മാതാവിൻ്റെ അമ്മയുടെയും എല്ലാവരും കൂടി സഹായം ലഭിച്ച് നമുക്ക് 2 സ്ഥലത്തും ഇനി കൂടാതെ എറണാകുളത്തുണ്ടെന്നേ കേൾക്കുന്നു, അവിടെയുണ്ട്. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. ബുദ്ധിയുള്ള മനുഷ്യനാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടു. അപ്പോൾ അതുകൊണ്ടൊക്കെ ദൈവം സമ്പത്തും സാമ്പത്തികവും ബൗദ്ധികവും ആയിട്ടുള്ള എല്ലാ കഴിവുകളും ഇവർക്ക് കുടുംബാംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. പിന്നെ ജുവാനെ രാവിലെയും പരിചയപ്പെട്ടു, കുർബാനയ്ക്ക് കൂടിയതായിരുന്നു. ഒരു കുഞ്ഞിപ്പെങ്ങളുണ്ടല്ലേ, 2 പേരാണോ? ജുവൽ 2 പേരുണ്ട്. അപ്പോൾ ഒരു നല്ല ഭവനം നമ്മുടെ ഈ പുറവന പള്ളിയിൽ ഉണ്ടാകട്ടെ. അതുപോലെ ഇടക്കോലിക്കാർക്കും വന്ന് കൂടാനും നമുക്കറിയാം, ഹർഷഭാരത് സംസ്കാരം അനുസരിച്ച് അതിഥി സൽക്കാരത്ത് നമ്മളെല്ലാം പ്രിയപ്പെട്ടവരാണ്, പ്രത്യേക ജ്ഞാനക്കാരും കൂടിയാകുമ്പോൾ പറയേ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ എല്ലാം കൊണ്ടും എല്ലാവർക്കും ചേർന്ന് നിൽക്കാനുള്ള ഒരു ഇടമായിട്ട് നമുക്ക് ഈ ഭവനത്തെ കാണാം. ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം.
കാശുണ്ടെങ്കിൽ വീട് പണിയാം, പക്ഷേ ഭവനം ഉണ്ടാകണമെങ്കിൽ ദൈവകൃപ വേണം. കുടുംബമാണെങ്കിൽ ദൈവ അഭിഷേകം കിട്ടണം. അതെല്ലാം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ ഈ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഇവിടെ വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർമ്മങ്ങൾ തുടരാം. ആമേൻ. ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് അങ്ങയുടെ സ്നേഹത്തിന് അർഹരാകുവാൻ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ സ്നേഹപിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവും ദയ, വിനയം, ക്ഷമ തുടങ്ങിയ സുഹൃതങ്ങൾ അഭ്യസിച്ച് പരസ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരനോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും സ്നേഹപിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തെ അനുകരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, ഈ ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ ഇവരെ സംരക്ഷിക്കണമേ. അങ്ങേ കുടുംബാംഗങ്ങളുടെ മധ്യേ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെ എല്ലാ നിമിഷവും അങ്ങയുടെ ദുർമനസ്സ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ഈ ഭവനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ ഗ്രഹമേകണമേ, ദൈവാത്മാവാം സകലേശാ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും
ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും നടന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നത് വരെ സ്വർഗ്ഗത്തിൽ എത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മറിയത്തിന്റെ വിപുലഹൃദയവും മാറവ്സേ പിതാവും മാറേസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധേവ്സേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധേസ്തപ്പാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അന്നാവുമായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ഈ കുടുംബം വളർന്നു വരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ എസ്തപ്പാനോസിന്റെയും വിശുദ്ധ അന്നാവുമ്മയുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതി. Oh mama, hola, hola.
what this is. Oh mama, oola, oola, oola. Oh, what do I do now? I see my body in a different light. As if I woke up in a different life. Feels like I'm walking with my heart on fire. Somebody pass me the water, 'cause I'm burning. 'Cause a little bit's turning into a lot. There's no way I'll be turning the feeling off. Guess I'm everything that I thought I was not. Tell me, tell me. Oh mama, oola, oola, oola. Don't know what this is. What do I do now, do now, do now? Do with all of this, all of these new emotions. I let them out in the open. Oh mama, oola, oola, oola. Oh, what do I do now? I've never felt so good, I feel so soft. Nah, nah, nah. And now I know myself, I know my spots. Nah, nah, nah. I didn't know that I could have these thoughts. Yeah, yeah. Somebody pass me the water, 'cause I'm burning. Que calor. 'Cause a little bit's turning into a lot. There's no way I'll be turning the feeling off. Guess I'm everything that I thought I was not. Tell me, tell me. Oh mama, oola, oola, oola. Don't know what this is. What do I do now, do now, do now? Do with all of this, all of these new emotions. I let them out in the open. Oh mama, oola, oola, oola. Oh, what do I do now? Everything I thought I knew about me's upside down. Everything is changing, but